പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലോട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക, പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം ഞാൻ വണ്ടിയൊക്കെ കുട്ടപ്പനാക്കി പെട്രോളൊക്കെ അടിച്ച് പറശ്ശിനിക്കടവ് പാലത്തിലേക്കൂടെയാണ് യാത്ര. ഞങ്ങൾക്ക് പറശ്ശിനിക്കടവ് പാലം കഴിഞ്ഞാണ് വരേണ്ടത്. അപ്പോൾ വീടിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടി എടുത്ത് നല്ല യാത്ര പുറപ്പെടുകയാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ, വീടിനടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മുത്തപ്പൻ എന്ന തെയ്യക്കോലത്തിനോട് പറയുമ്പോൾ ഒരു പ്രത്യേക ആശ്വാസം നേടാം എന്ന വിശ്വാസത്തോടെയാണ് ഇവിടെ എല്ലാവരും വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മെല്ലെ പടവുകളൊക്കെ ഇറങ്ങി അവിടെ ഒരു സ്ത്രീ ചോന്നമ്മ ഭഗവതി ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് നടന്ന് രണ്ട് സൈഡിലും ചന്തകളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ചന്തകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ നിങ്ങൾക്ക്? ഒത്തിരി ചന്തകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് മെല്ലെ നടക്കുകയാണ്. ഇത് വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ തളിപ്പറമ്പ് താലൂക്കിലാണ്, വളപട്ടണം നദിക്കരയിലാണ് തീയർ ഊരായ്മയുള്ള ഈ മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി. ഇവിടെ തിരുവപ്പനയും വെള്ളാട്ടവും 2 തെയ്യക്കുലങ്ങളാണ് കെട്ടിയാടുന്നത്. പക്ഷേങ്കിൽ തിരുവപ്പന വലിയ മുത്തപ്പനായിട്ട് ശിവനെ സങ്കല്പിക്കുന്നു, അതുപോലെ തന്നെ വെള്ളാട്ടം ചെറിയ മുത്തപ്പനായിട്ട് മഹാവിഷ്ണുവിനെയാണ് സങ്കല്പിച്ച് പോരുന്നത്. ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ കവാടത്തിലെത്തിയിരിക്കുകയാണ്. ജാതി മതഭേദമന്യേ എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ചായ കുടിക്കുന്ന സ്ഥലമാണ്. അവിടെ ചായയും പുഴുങ്ങിയ പയറും തേങ്ങാപ്പൂളുമാണ് കിട്ടുന്നത്. അത് എല്ലാ ടൈമിലും അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമ്മൾ വഴിപാട് കഴിപ്പിക്കുന്ന സ്ഥലമാണ്. പ്രധാനമായിട്ടും പൈൻകുറ്റി, വെള്ളാട്ടം, തിരുവപ്പന എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ഞങ്ങൾ പൈൻകുറ്റിയാണ് എപ്പോഴും കഴിപ്പിക്കുക. പിന്നെ ഉച്ചക്കും രാത്രിയിലും മുത്തപ്പൻ്റെ പ്രസാദ ഊട്ടും ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ കഴകപ്പുര എന്ന് പറയുന്നത്. കഴകപ്പുര മടപ്പുരേൻ്റെ ചേർന്നിട്ട് നിൽക്കുന്ന മുത്തപ്പൻ്റെ കലശസ്ഥാനാണ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് മെല്ലെ ഫ്രണ്ടിലോട്ട് പോവാണ് കേട്ടോ. ഫ്രണ്ടിലാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഒത്തിരി നായ്ക്കളെ കാണാം കേട്ടോ. മുത്തപ്പൻ്റെ വാഹനം എന്നല്ലേ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പടവുകൾ ഇറങ്ങി പുഴയിൽ എല്ലാം ഇറങ്ങി ഒന്ന് കാലൊക്കെ കഴുകിയിട്ട് കയറാമെന്ന് വെച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ ഒരു കമ്പിവേലി പോലെ കെട്ടിയിട്ടുണ്ട്. അത്ര വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അതിനപ്പുറം പുഴയായത് കാരണം തന്നെ ആഴം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ അകത്തോട്ട് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല കേട്ടോ. അത് കാരണം ഞാൻ പുറത്ത് വെച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇത് നമ്മൾ ഊട്ടുപുരയിലേക്കുള്ള വഴിയാണ്. അപ്പോൾ നടന്ന് പോവുകയാണ്. അടിപൊളിയല്ലേ? ഗ്രിപ്പുള്ള സ്ഥലമായത് കാരണം ആർക്കും തെന്നി വീഴത്തൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് 2 ക്യൂ ആയിട്ടാണ്. സ്ത്രീകൾക്ക് വേറെ, ജെൻസിന് വേറെയാണ്. അപ്പോൾ ഇതാണ് പാത്രമൊക്കെ അടുക്കി വെക്കുന്ന സ്ഥലം. അവിടുന്ന് ഞങ്ങൾ ഓരോ പാത്രം എടുത്തു. ചോറും സാമ്പാറും മോരൊഴിച്ച ഇഞ്ചിക്കറിയാണ് അവിടെ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങളതെടുത്ത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു, കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. അവിടെ മനസ്സും വയറും ഒക്കെ നന്നായിട്ട് നിറഞ്ഞ് ഇരിക്കും കേട്ടോ. അതാണ് മുത്തപ്പൻ്റെ പ്രസാദ ഊട്ട്. അപ്പോൾ നമുക്കിനി മുത്തപ്പൻ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കണ്ണൂർ എരിവേശി എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ അയ്യങ്കര ഇല്ലത്ത് മന്നനാർ അല്ലെങ്കിൽ അഞ്ചര മനക്കൽ മന്നനാർ രാജവംശത്തിൽപ്പെടുന്നവരാണ്. അവിടെയാണ് നമ്മുടെ മുത്തപ്പൻ്റെ ബാല്യകാലം. ഈ മനയിലെ തികഞ്ഞ ശിവഭക്തിയായ പാടിക്കുറ്റി അമ്മ അല്ലെങ്കിൽ പാർവതിക്കുട്ടി, അയ്യങ്കര വാഴുന്നവർ അല്ലെങ്കിൽ വയത്തൂർ കാലിയാർ ഭാര്യാഭർത്താക്കന്മാരാണ്. അതുപോലെ തന്നെ കിരാതമൂർത്തികളാണ്. ഇവർ മക്കളില്ലാത്തതുകൊണ്ട് ഒരുപാട് ദുഃഖം അനുഭവിച്ചു. ഒത്തിരി വഴിപാടുകൾ, പ്രാർത്ഥനകൾ ഒത്തിരി നടത്തി. എന്നിട്ടും ഇവർക്ക് പുത്രഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ ഒരു ദിവസം പാടിക്കുറ്റിയമ്മക്ക് മഹാദേവൻ്റെ സ്വപ്നദർശനം നൽകി. പിറ്റേ ദിവസം പാടിക്കുറ്റിയമ്മ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ നിന്ന് ലഭിച്ച കുഞ്ഞാണ് ശൈവ വൈഷ്ണവ സങ്കല്പമായ മുത്തപ്പൻ. പരബ്രഹ്മ സ്വരൂപനാണ് എന്നാണ് സങ്കല്പം. ചന്ദ്രക്കലയുള്ള രൂപമുള്ള ഈ കിരീടം വെച്ച് പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം വെച്ച് മഹാവിഷ്ണുവിനെയും പ്രതിനിധാനം ചെയ്യുന്ന 2 തെയ്യങ്ങളായ വെള്ളാട്ടവും തിരുവപ്പനയാണ് ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ കെട്ടിയാടുന്നത്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ മുത്തപ്പൻ്റെ ഐതിഹ്യ കഥ എന്ന് പറയുന്നത്.
അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് ബോട്ട് സർവീസിൻ്റെ അടുത്താണ് കേട്ടോ. നമ്മൾ വെറുതെ അതിലോട്ട് നടന്നു. അവിടെ കുറേ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് പുഴയും കാറ്റും എല്ലാം ആസ്വദിക്കാനുള്ള കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ, ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. വന്ന വഴിയിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ കണ്ടു. എല്ലാം ഒന്ന് നോക്കി. കുട്ടികൾക്കുള്ള പുസ്തകവും അധ്യാത്മരാമായണം, അങ്ങനെ വലിയവർക്ക് വായിക്കാനുള്ള കുറച്ച് പുസ്തകം, ദേവി മഹാത്മ്യം, അങ്ങനെ ലക്ഷ്മി, വിഷ്ണു സഹസ്രനാമം, അങ്ങനെ കുറച്ച് ബുക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് നോക്കിക്കണ്ടു. അവിടെ പിന്നെ കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ എല്ലാ സമയവും ചോറൂണ് കൊടുക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട് കേട്ടോ. ഇതാണ് ആ സ്ഥലം. മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരിക, കാണുക. നല്ല സ്ഥലമാണ്. ഭക്ഷണമൊക്കെ എല്ലാ ടൈമിലും അവൈലബിളാണ്. നമുക്ക് ഏത് സമയം വന്നു കഴിഞ്ഞാലും ചായയും അവിടുത്തെ മുത്തപ്പൻ്റെ പ്രസാദമായ പയറും, പുഴുങ്ങിയ പയറും തേങ്ങാപ്പൂളും അതൊക്കെ അവൈലബിളാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാം വീഡിയോയിൽ ഞാൻ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാം ഒന്ന് കണ്ട് വീഡിയോയിൽ കമൻ്റായിട്ട് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ.